CUET വഴി ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ അപ്ലൈ ചെയ്യുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി. ഏകദേശം 3 ലക്ഷത്തോളം വിദ്യാർത്ഥികളാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്ക് എല്ലാ വർഷവും അപ്ലൈ ചെയ്യാറുള്ളത്. CUET വഴിയാണ് അതിൻ്റെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നുള്ളത്. ഈ വർഷം അതിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CSIS പോർട്ടൽ വഴിയാണ് അതിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത് https://ugadmission.uod.ac.in എന്നുള്ളതാണ് ഒഫീഷ്യൽ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായും ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ആണ്. 3 ഫേസസ് ആയിട്ടാണ് ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയേഴ്സ് നടക്കുന്നത്. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്നത് നമ്മളതിൽ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നത് നമ്മളുടെ കോളേജുകൾ ഫില്ല് ചെയ്യുക, അതുപോലെ തന്നെ നമ്മളുടെ കോഴ്സ് പ്രിഫറൻസ് കൊടുക്കുക. നമുക്കറിയാം ഇതിൻ്റെ ഒരു സബ്ജക്റ്റ് ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ക്രൈറ്റീരിയ ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്നത്. നിങ്ങളിതിൻ്റെ ഒഫീഷ്യൽ ബ്രോഷർ കാര്യങ്ങൾ വായിച്ചറിയാൻ പറ്റും. ഒന്നെങ്കിൽ ചില സബ്ജക്റ്റുകൾക്ക് കോമൺ ആയിട്ട് വരുന്ന ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജും 3 ഡൊമൈൻ സബ്ജക്റ്റ്, അല്ലെങ്കിൽ 2 ലാംഗ്വേജ് 2 ഡൊമൈൻ സബ്ജക്റ്റ്, ആ ഒരു രീതിയിലാണ് ഡൽഹി യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യുന്നത്. അത് ഡിപ്പെൻഡ്സ് ഓൺ കോളേജസ് കാര്യങ്ങളൊക്കെയാണ്. അത് നിങ്ങൾ അതിൻ്റെ ഒഫീഷ്യൽ ബ്രോഷർ നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മുമ്പേ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇതിൻ്റെ തേർഡ് ഫേസ് എന്ന് പറയുന്നത് നമുക്ക് സീറ്റ് അലൊക്കേഷൻ ചെയ്യാം. ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്ന് സീറ്റ് അലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ അലോട്ട്മെൻറ്റ് കിട്ടുന്നുള്ളതാണ്. പിന്നെ ശേഷം അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്ത് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. അതിനൊരു 3 ഫേസസ് ഉണ്ട്. ഈ അഡ്മിഷൻ എടുത്തിട്ട് ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട്, തേർഡ് റൗണ്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വേറെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പിന്നീട് പറയുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു അഡ്മിഷൻ ഫേസസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് ജനറൽ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ OBC NCL EWS കാൻഡിഡേറ്റ്സിന് വരുന്നത് 250 രൂപയാണ്. പിന്നെ SC ST PW കാൻഡിഡേറ്റ്സിന് വരുന്നത് 100 രൂപയാണ്. ബാക്കി ഓരോ എക്സ്ട്രാ ഫീസായിട്ട് വരുന്നത് പെർ കോഴ്സിന് ഏകദേശം ഒരു 100 രൂപേൻ്റെ അടുത്താണ് വരുന്നുള്ളത്. ബാക്കി ഓരോ കാറ്റഗറിക്കും നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒഫീഷ്യൽ ബ്രോഷറിൽ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് വരെ പേയ്മെൻറ്റ് ചെയ്താലേ ഇതിൽ ആപ്ലിക്കേഷൻ്റെ ഫോം ഫിൽ ആവുള്ളൂ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ നിങ്ങൾ ഇതിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോഴാണ്. അതിൽ നിങ്ങളെ 10ാം ക്ലാസ്സിലുള്ള പ്ലസ് ടുവിലുള്ള ഡീറ്റെയിൽസ്, ആ ഒരു സർട്ടിഫിക്കറ്റ്സിലുള്ള ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നിങ്ങൾ ഇതിൽ കൊടുക്കുന്നതും കറക്റ്റ് ആയിരിക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. മിസ്മാച്ച് വന്നാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചിലപ്പോൾ തള്ളിപ്പോയേക്കാം. അപ്പോൾ ആ കാര്യം കറക്റ്റായിട്ട് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എഴുതിയിട്ടുള്ള നേരത്തെ പറഞ്ഞ മാതിരി എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു അഡ്മിഷൻ പ്രൊസീജിയേഴ്സിൽ. ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഉണ്ട്. നേരത്തെ പറഞ്ഞ മാതിരി 2 സബ്ജക്റ്റുകൾ ഡൊമൈൻസ് എഴുതണം എന്നുള്ള സാധനം. അതുപോലെ തന്നെ നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ച പേപ്പേഴ്സ് തന്നെ CUET-ൽ ഡൽഹി യൂണിവേഴ്സിറ്റി ആണ് നോക്കുന്നുണ്ടെങ്കിൽ എഴുതണം എന്നുള്ള ക്രൈറ്റീരിയ കൂടി ഡൽഹി യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്രൈറ്റീരിയകളൊക്കെ കവർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ വെരിഫൈ ചെയ്യണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇതാണ് പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ കാര്യങ്ങൾ, പേഴ്സണൽ ഡീറ്റെയിൽസ്, പിന്നെ പേരൻസ് പേര് കാര്യങ്ങളൊക്കെ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യണം. കാരണം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പിന്നീട് എഡിറ്റ് ചെയ്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ CSIS പോർട്ടലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന, അതുപോലെ തന്നെ അതിൽ ഏത് ടോപ്പ് കോളേജസ് ഏതാണ്, ലോവർ റാങ്കിലുള്ള കോളേജസ് ഏതാണ്, അതിൻ്റെ ഒരു ഷീറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഓർഡർ അനുസരിച്ചിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ കമൻറ്റ് ബോക്സിൽ ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി നോക്കുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഡൽഹി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേഷൻസ് കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ ചാനലിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.